ഇവിടുത്തെ പല വമ്പൻ ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് തിളങ്ങിയവരാണായിരിക്കണം. പേര് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ പേര് സീമയുടെ പേരിനായിരിക്കും. ഇന്നും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന നർത്തകിയായിട്ട് വന്ന സീമ അന്നും ഇന്നും ഒരേ പെരുമാറ്റം സൂക്ഷിക്കുന്നു. മാന്യമായി പെരുമാറുന്ന ഒരു മഹതിയാണ്. അങ്ങനെ എത്രയോ പേര് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പറയാൻ പറ്റും. അപ്പം ഈ സംഭവം മോഹൻലാലിൻ്റെ ചെവിയിലെത്തി. മോഹൻലാൽ ശരിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വയലൻ്റ് ആവണ കൂട്ടത്തിലല്ല. ഈ ചന്ദ്രകുമാറിന് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ വല്ലാതായി. മോഹൻലാൽ എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്യാൻ പോകുന്നത് ആർക്കും മനസ്സിലായില്ല. രഞ്ജിത്ത് ഞെട്ടി, ഈ കണ്ടു നിൽക്കുന്ന പലരും ഞെട്ടി. കാരണം ഒരുവിധം, അതായത് എന്തിനാണോ നീ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, അവനെ കണ്ട കയ്യോ കാലോ തല്ലി ഓടിച്ചുകൊണ്ട് മാന്യമായിട്ട് പെരുമാറല്ലേ. അപ്പോൾ ലാൽ എന്തു ചെയ്തു, എന്തു പറഞ്ഞു എന്നതിൻ്റെ പ്രസക്തിയേക്കാൾ കൂടുതലായി ലാൽ ചന്ദ്രകുമാറിന് വേണ്ടി പ്രതികരിച്ചത് വെറും ഒരു ചന്ദ്രകുമാറിന് മാത്രമല്ല, ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വരുന്നവരും ആ സിനിമയുടെ ഭാഗം തന്നെയാണ്. അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇന്ന് 6-മതോ 7-മതോ അസിസ്റ്റൻ്റായിരുന്ന സംവിധാന സഹായി പോലും പിന്നീട് വലിയ സംവിധായകരെ തീർന്നിട്ടുണ്ട്. അപ്പം ആരോട് മോശമായി പെരുമാറരുത് എന്ന സന്തോഷം കൂടി തൻ്റെ രോഷത്തിലൂടെ കൊടുക്കാൻ മോഹൻലാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചന്ദ്രകുമാറിനോട് പറഞ്ഞു, സോറി ചന്ദ്രേട്ട. ഇത് എത്ര പേർക്ക് കഴിയും?